Hello guys, welcome back to the video. So, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് 20,000 രൂപീസിന് താഴെ വാങ്ങാവുന്ന 5 ബെസ്റ്റ് 5G സ്മാർട്ട് ഫോൺസ് ആണ്. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുപോലത്തെ ടെക് വീഡിയോസിനായിട്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. സൈഡിലത്തെ ബെല്ലൈക്കണൊക്കെ പ്രസ് ചെയ്ത് ഓളൊക്കെ ഇടുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ ഇൻസ്റ്റാഗ്രാമും ആരെങ്കിലും ഒക്കെ ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ അത്തരത്തിലുള്ള കൂടുതൽ ഒന്ന് ബോറടിപ്പിക്കാൻ നമുക്ക് നേരെ വീഡിയോയിലോട്ട്. ലിസ്റ്റിലെ ആദ്യത്തെ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് CMFൻ്റെതാണ്, CMF ഫോൺ 2 Pro. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം ഒരു ക്ലീൻ എക്സ്പീരിയൻസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിലും പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസ്, നല്ലൊരു ക്യാമറ ക്വാളിറ്റി ഒക്കെ വെച്ച് വരുന്ന ഒരു സ്മാർട്ട് ഫോണാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു CMF ഫോൺ 2 Pro പരിഗണിക്കാവുന്നതാണ്. പിന്നെ ഇതുപോലത്തെ ഒരു ഡിസൈനിലേക്കാണ് വരുന്നത്. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് ഇതിൻ്റെ സ്പെസിഫിക്കേഷനിലേക്ക് പോകാൻ ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 6.77 ഇഞ്ചസിൻ്റെ ഫുൾ HD പ്ലസ് ഫ്ലെക്സിബിൾ ആമോലെഡ് ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ആണ്. ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രോസസർ എന്ന് പറയുന്നത് നമ്മുടെ MediaTekൻ്റെ Dimensity 7300 Pro എന്ന് പറയുന്ന പ്രോസറാണ്. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം ഒരു നല്ല പെർഫോമൻസ് ഒക്കെ ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. പിന്നെ ക്യാമറയിലേക്ക് വരുമ്പോൾ 50 മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. പ്ലസ് 50 മെഗാ പിക്സൽ പ്ലസ് 8 മെഗാ പിക്സൽ എന്നുള്ള രീതിയിലാണ് ബാക്കി അറേഞ്ച്മെന്റ്സ്. 16 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് മാക്സിമം 4K വീഡിയോസ് 30 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. സോ ഒരു ബെസ്റ്റ് വീഡിയോ ക്വാളിറ്റിയും ക്യാമറ ക്വാളിറ്റിയും ഒക്കെ ഈ ഒരു സ്മാർട്ട് ഫോണിലും കിട്ടും. പിന്നെ ബാറ്ററിയിലേക്ക് വരുമ്പോൾ 5000 mAhന്റെ ബാറ്ററിയാണ് വരുന്നത്. 33 വാട്ട്സിന്റെ ചാർജിങ് ആണ്. ഔട്ട് ഓഫ് ദി ബോക്സ് 115 വരുന്നത്. IP54 റേറ്റിംഗ് ആണ്. പിന്നെ ബോക്സിനകത്ത് ചാർജറും കിട്ടുന്നുണ്ട്. അത് ഇപ്പോഴത്തെ ഒരു സമയത്ത് ഈ ഒരു ബോക്സിനകത്ത് ചാർജറൊക്കെ വെച്ച് വരുന്നവരെ എടുത്ത് പറയേണ്ട സമയമാണ്. കാരണം മാക്സിമം എല്ലാവരും ഇപ്പം നിങ്ങൾക്ക് അറിയാമല്ലോ, ബോക്സിനകത്ത് നിന്ന് ചാർജറൊക്കെ എടുത്ത് കളയുന്ന പരിപാടിയാണ്. മറ്റേ എൻവയോൺമെൻറ്റിൻ്റെ അടുത്തുള്ള സ്നേഹം അതാണ്. സോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം ഒരു നല്ല പെർഫോമൻസും ക്യാമറ ക്വാളിറ്റിയും വീഡിയോ ക്വാളിറ്റിയും പിന്നെ ഒരു ക്ലീൻ എക്സ്പീരിയൻസ്, സോ ഇതൊക്കെ വെച്ച് വരുന്ന ഒരു സ്മാർട്ട് ഫോണാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു CMF ഫോൺ 2 Pro പരിഗണിക്കാവുന്നതാണ്. അപ്പോൾ പ്രൈസിങ്ങിലേക്ക് വരുമ്പോൾ ഈ ഒരു സാധനത്തിൻ്റെ 8+ 128GB ROM വേരിയൻറ്റ് 17,499 രൂപയ്ക്കാണ് വരുന്നത്. സോ നമ്മുടെ ലിസ്റ്റിലെ അടുത്ത സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് iQൻ്റെതാണ്. iQ Z10 അല്ലെങ്കിൽ Vivo T4. രണ്ടിലും ഒരേ സ്പെസിഫിക്കേഷൻസ് ആണ് വരുന്നത്. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങളൊരു ബെസ്റ്റ് ഓൾറൗണ്ടർ സ്മാർട്ട് ഫോൺ നോക്കുകയാണെങ്കിൽ ഈ ഒരു സാധനം പരിഗണിക്കാവുന്നതാണ്. അത്യാവശ്യം ഒരു മിഡ് റേഞ്ച് പെർഫോമൻസ്, നല്ലൊരു ക്യാമറ ക്വാളിറ്റിയും വീഡിയോ ക്വാളിറ്റിയും കൂടെ തന്നെ ഒരു കിടിലം ബാറ്ററി കപ്പാസിറ്റിയും ഒക്കെ വെച്ച് വരുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിൻ്റെ സ്പെസിഫിക്കേഷനിലേക്ക് പോകാൻ ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 6.77 ഇഞ്ചസിൻ്റെ ഫുൾ HD പ്ലസ് ക്വാഡ് കർവ്ഡ് ആമോലെഡ് ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. സോ കർവ്ഡ് ഡിസ്പ്ലേ ഒക്കെ ഇഷ്ടമുള്ളവർക്ക് ഒരു നല്ല ചോയ്സ് ആയിരിക്കും. പിന്നെ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ആണ്. ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രോസസർ എന്ന് പറയുന്നത് നമ്മുടെ സ്നാപ്ഡ്രാഗൻ്റെ 7S Gen 3 ആണ്. സോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു മിഡ് റേഞ്ച് പെർഫോമൻസ് ഈ ഒരു പ്രൈസ് റേഞ്ച് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. ഇനി ക്യാമറയിലേക്ക് വരുമ്പോൾ 50 മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. OISൻ്റെ ഒക്കെ സപ്പോർട്ട് ഉണ്ട്. പിന്നെ 32 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് മാക്സിമം 4K വീഡിയോസ് 30 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും, ഫ്രണ്ട് ക്യാമറ നിന്നും ബാക്ക് ക്യാമറ നിന്നും. സോ രണ്ട് ക്യാമറ നിന്ന് 4K വീഡിയോസ് ഒക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണും പരിഗണിക്കാവുന്നതാണ്. ഇനി മെയിൻ ഹൈലൈറ്റ് ആയ ബാറ്ററിയിലേക്ക് വരുമ്പോൾ 7300 mAhൻ്റെ ഒരു M110 ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. 90 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജറാണ്. ഔട്ട് ഓഫ് ദി ബോക്സ് 115 വരുന്നത്. LPDDR4Xും UFS 2.2 ആണ് വരുന്നത്. സോ വേണമെങ്കിൽ 2.2 ഒരു ഡീമറിൻ്റെ ആയിട്ടൊക്കെ പറയാം, പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ച് നിങ്ങൾക്ക് കുഴപ്പമില്ലെങ്കിൽ നോക്കാവുന്നതാണ്. പിന്നെ IP65 വരുന്നത്. സോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം ഒരു മിഡ് റേഞ്ച് പെർഫോമൻസും നല്ലൊരു ക്യാമറ ക്വാളിറ്റിയും വീഡിയോ ക്വാളിറ്റിയും കൂടെ തന്നെ ഒരു കിടിലം ബാറ്ററി കപ്പാസിറ്റി ഒക്കെ വെച്ച് വരുന്ന ഒരു ബെസ്റ്റ് ഓൾറൗണ്ടർ സ്മാർട്ട് ഫോൺ നോക്കുകയാണെങ്കിൽ ഈ ഒരു Vivo T4 അല്ലെങ്കിൽ iQ Z10 പരിഗണിക്കാവുന്നതാണ്. സോ നമ്മുടെ iQ Z10 പ്രൈസിങ്ങിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ 8+ 128GB ROM വേരിയൻറ്റ് 21,999 ആണ് വരുന്നത്. പക്ഷേ നിങ്ങൾക്ക് ബാങ്ക് ഓഫേഴ്സ് ഒക്കെ ആഡ് ചെയ്തുകൊണ്ട് ഈ ഒരു സാധനം 19,748 രൂപയ്ക്കൊക്കെ വാങ്ങാവുന്നതാണ്. സോ നമ്മുടെ Vivo T4 പ്രൈസിങ്ങിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ 8+ 128GB ROM വേരിയൻറ്റ് 21,999 ആണ് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് ബാങ്ക് ഓഫേഴ്സ് ഒക്കെ ആഡ് ചെയ്തുകൊണ്ട് ഈ ഒരു സാധനം 19,474 രൂപയ്ക്കൊക്കെ വാങ്ങാവുന്നതാണ്. സോ നമ്മുടെ ലിസ്റ്റിലെ അടുത്ത സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് സാംസങ്ങിൻ്റെതാണ്. സാംസങ് ഗാലക്സി A35. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം ഒരു നല്ല ക്യാമറ ക്വാളിറ്റിയിലൊക്കെ വെച്ച് വരുന്ന ഒരു സ്മാർട്ട് ഫോൺ നോക്കുകയാണെങ്കിൽ ഈ ഒരു സാധനം പരിഗണിക്കാവുന്നതാണ്. പിന്നെ ഒരു സാംസങ്ങിൻ്റെ സ്മാർട്ട് ഫോൺ ഈ ഒരു 20,000 രൂപീസ് ബഡ്ജറ്റ് റേഞ്ചിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു സാധനം പരിഗണിക്കാവുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിൻ്റെ സ്പെസിഫിക്കേഷനിലേക്ക് പോകാൻ ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 6.6 ഇഞ്ചസിൻ്റെ ഫുൾ HD പ്ലസ് സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ആണ്. 1000 ഹെർട്സിൻ്റെ ഹൈ ബ്രൈറ്റ്നസ് ഒക്കെയാണ് വരുന്നത്. ഇനി പ്രോസസറിലേക്ക് വരുമ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് നമ്മുടെ Exynosൻ്റെ 1380 ആണ്. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം ഒരു ഡീസൻറ്റ് പെർഫോമൻസ് ഒക്കെ ഈ ഒരു സാധനത്തിലും കിട്ടും. പിന്നെ മെയിൻ ഹൈലൈറ്റ് ക്യാമറയിലേക്ക് വരുമ്പോൾ 50 മെഗാ പിക്സലിൻ്റെ OIS ഒക്കെ സപ്പോർട്ടുള്ള മെയിൻ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. പ്ലസ് 8 മെഗാ പിക്സലിൻ്റെ ഒരു വൈഡും പ്ലസ് 5 മെഗാ പിക്സലിൻ്റെ ഒരു മാക്രോയാണ് വരുന്നത്. പിന്നെ 13 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ്. ഇവിടെ നിങ്ങൾക്ക് 4K വീഡിയോസ് 30 FPS ഷൂട്ട് ചെയ്യാൻ പറ്റും, ഫ്രണ്ട് ക്യാമറ നിന്നും ബാക്ക് ക്യാമറ നിന്നും. സോ രണ്ട് ക്യാമറ നിന്നും 4K വീഡിയോസ് എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണും പരിഗണിക്കാവുന്നതാണ്. അത്യാവശ്യം ഒരു കിടിലം ക്യാമറ ക്വാളിറ്റിയും വീഡിയോ ക്വാളിറ്റിയും ഒക്കെ വെച്ച് വരുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. പിന്നെ ബാറ്ററിയിലേക്ക് വരുമ്പോൾ 6000 mAh ഒന്നുമല്ല, 5000 mAhൻ്റെ ഒരു പാവം ബാറ്ററിയാണ് വരുന്നത്. 25 വാട്ട്സിൻ്റെ ചാർജിങ് ആണ്. ഔട്ട് ഓഫ് ദി ബോക്സ് 114 വരുന്നത്, 15 അല്ല.
പിന്നെ IP67 റേറ്റിംഗ് ഉണ്ട്, സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഒക്കെയാണ് വരുന്നത്, ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറും കിട്ടുന്നുണ്ട്. സോ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു 20K ബഡ്ജറ്റ് റേഞ്ചിൽ ഒരു സാംസങ്ങിന്റെ സ്മാർട്ട് ഫോൺ നോക്കുന്നവർക്ക് ഈ ഒരു സാധനം പരിഗണിക്കാവുന്നതാണ്. പിന്നെ അത്യാവശ്യം ഒരു നല്ല ക്യാമറ ക്വാളിറ്റിയും വീഡിയോ ക്വാളിറ്റി ഒക്കെ വേണം, പിന്നെ കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസ് അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ പരിഗണിക്കാവുന്നതാണ്. സോ ഈ ഒരു സാംസങ് ഗാലക്സി A35ന്റെ പ്രൈസിംഗിലേക്ക് വരുമ്പോൾ ഇതിന്റെ 8+ 120GB RAM വേരിയന്റ് 19,999 ആണ് വരുന്നത്. പിന്നെ നിങ്ങൾക്ക് ബാങ്ക് ഓഫേഴ്സ് ഒക്കെ ആഡ് ചെയ്തുകൊണ്ട് ഈ ഒരു സാധനം 18,524 രൂപയ്ക്കൊക്കെ വാങ്ങാവുന്നതാണ്. സോ നമ്മുടെ ലിസ്റ്റിലെ അടുത്ത സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് റിയൽമിയുടേതാണ്, റിയൽമി P3 Ultra. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം ഒരു നല്ല പെർഫോമൻസിൽ വെച്ച് വരുന്ന ഒരു സ്മാർട്ട് ഫോൺ, കുഴപ്പമില്ലാത്തൊരു ക്യാമറ ക്വാളിറ്റിയും വീഡിയോ ക്വാളിറ്റി ഒക്കെ കിട്ടുന്ന ഒരു സ്മാർട്ട് ഫോൺ, പിന്നെ ഒരു റിയൽമിയുടെ സ്മാർട്ട് ഫോൺ അങ്ങനെയൊക്കെയാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റിയൽമി P3 Ultra പരിഗണിക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് ഇതിന്റെ സ്പെസിഫിക്കേഷനിലേക്ക് പോകാൻ ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 6.83 ഇഞ്ചസിന്റെ 1.5K AMOLED ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് ആണ്. ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രോസസർ എന്ന് പറയുന്നത് നമ്മുടെ MediaTekന്റെ Dimensity 8350 Ultra എന്ന് പറയുന്ന പ്രോസസറാണ്. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം ഒരു നല്ല പെർഫോമൻസ് ഒക്കെ ഈ ഒരു സ്മാർട്ട് ഫോണിലും കിട്ടും. പിന്നെ ക്യാമറയിലേക്ക് വരുമ്പോൾ 50 മെഗാപിക്സലിന്റെ മെയിൻ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്, പ്ലസ് ഒരു 8 മെഗാപിക്സലിന്റെ ഒരു ക്യാമറ, 16 മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറയാണ് വരുന്നത്. ഇവിടെയും നിങ്ങൾക്ക് 4K വീഡിയോസ് 30 FPS ഷൂട്ട് ചെയ്യാൻ പറ്റും. സോ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്യാമറ ക്വാളിറ്റിയും വീഡിയോ ക്വാളിറ്റി ഒക്കെ ഈ ഒരു സ്മാർട്ട് ഫോണിലും കിട്ടും. പിന്നെ ബാറ്ററിയിലേക്ക് വരുമ്പോൾ 6000 mAh ബാറ്ററിയാണ് വരുന്നത്, 80 വാട്ട്സിന്റെ ചാർജിങ് ആണ്. സോ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു റിയൽമിയുടെ സ്മാർട്ട് ഫോൺ നോക്കുന്നവർക്കും അത്യാവശ്യം ഒരു നല്ല പെർഫോമൻസിലൊക്കെ വെച്ച് വരുന്ന ഒരു സ്മാർട്ട് ഫോൺ നോക്കുന്നവർക്കും ഒക്കെ പരിഗണിക്കാവുന്ന ഒരു സ്മാർട്ട് ഫോൺ ആണ്. പിന്നെ അത്യാവശ്യം ഒരു നല്ല ബാറ്ററി കപ്പാസിറ്റിയും ഒക്കെ വെച്ച് വരുന്ന ഒരു സ്മാർട്ട് ഫോൺ ആണ്. സോ ഈ ഒരു സാധനത്തിന്റെ പ്രൈസിംഗിലേക്ക് വരുമ്പോൾ ഇതിന്റെ 8+ 128GB RAM വേരിയന്റ് 22,999 ആണ് വരുന്നത്. പിന്നെ നിങ്ങൾക്ക് ബാങ്ക് ഓഫേഴ്സ് ഒക്കെ ആഡ് ചെയ്തുകൊണ്ട് ഇതൊരു 22,249 രൂപയ്ക്കൊക്കെ വാങ്ങാവുന്നതാണ്. സോ അതൊരു അത്ര വലിയ കുറവൊന്നും അല്ലല്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര വലിയ കുറവൊന്നും അല്ല. സോ കുറച്ചും കൂടി ഒന്ന് ബഡ്ജറ്റ് കൂട്ടാൻ പറ്റുമെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ പരിഗണിക്കാവുന്നതാണ്. ഒരു റിയൽമിയുടെ സ്മാർട്ട് ഫോൺ വേണമെന്നുള്ളവർക്കും ഈ ഒരു സാധനം പരിഗണിക്കാവുന്നതാണ്. അല്ലാത്തവർക്ക് നേരത്തെ പറഞ്ഞ സ്മാർട്ട് ഫോൺസോ അല്ലെങ്കിൽ ഇനി പറയാൻ പോകുന്ന സ്മാർട്ട് ഫോണോ ഒക്കെ പരിഗണിക്കാവുന്നതാണ്. പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങളൊരു ഓപ്പോയുടെ സ്മാർട്ട് ഫോൺ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു Oppo K13 പരിഗണിക്കാവുന്നതാണ്. സോ നമ്മുടെ ലിസ്റ്റിലെ അവസാനത്തെ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് മോട്ടോയുടേതാണ്, മോട്ടോ H60 Fusion. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങളൊരു ബെസ്റ്റ് ഓൾറൗണ്ടർ സ്മാർട്ട് ഫോൺ നോക്കുകയാണെങ്കിൽ ഈ ഒരു മോട്ടോ H60 ഫ്യൂഷനും പരിഗണിക്കാവുന്നതാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം ഒരു നല്ല പെർഫോമൻസും ക്യാമറ ക്വാളിറ്റിയും വീഡിയോ ക്വാളിറ്റിയും നല്ലൊരു ബാറ്ററി കപ്പാസിറ്റി ഒക്കെ വെച്ച് വരുന്ന ഒരു സ്മാർട്ട് ഫോൺ ആണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിന്റെ സ്പെസിഫിക്കേഷനിലേക്ക് പോകാൻ ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 6.67 ഇഞ്ചസിന്റെ 1.5K POLED കോഡ് കർവ്ഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. സോ 4 സൈഡും കർവ് ചെയ്ത പരിപാടിയാണ്. സോ ആ ഒരു കോഡ് കർവ്ഡ് ഡിസ്പ്ലേ താല്പര്യമുള്ളവർക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ പരിഗണിക്കാവുന്നതാണ്. പിന്നെ 120 Hz റിഫ്രഷ് റേറ്റ് ആണ് വരുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രോസസർ എന്ന് പറയുന്നത് നമ്മുടെ MediaTekന്റെ Dimensity 7400 ആണ്. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു കിടിലൻ പെർഫോമൻസ് ഒക്കെ ഈ ഒരു സ്മാർട്ട് ഫോണിലും കിട്ടും, ഈ ഒരു 20K ബഡ്ജറ്റ് റേഞ്ചിൽ. പിന്നെ ക്യാമറയിലേക്ക് വരുമ്പോൾ 50 മെഗാപിക്സലിന്റെ OIS ഒക്കെ സപ്പോർട്ടുള്ള മെയിൻ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്, 32 മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറയാണ് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് 4K വീഡിയോസ് 30 FPS ഷൂട്ട് ചെയ്യാൻ പറ്റും, ഫ്രണ്ട് ക്യാമറ എന്നും ബാക്ക് ക്യാമറ എന്നും. സോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്രണ്ട് ക്യാമറ എന്നും ബാക്ക് ക്യാമറ എന്നും ഒക്കെ 4K എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മോട്ടോ H60 ഫ്യൂഷനും പരിഗണിക്കാവുന്നതാണ്. പിന്നെ ബാറ്ററിയിലേക്ക് വരുമ്പോൾ 5500 mAh ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്, 68 വാട്ട്സിന്റെ ടർബോ പവർ ചാർജിങ് ആണ്. ഔട്ട് ഓഫ് ബോക്സ് 115 വരുന്നത്. പിന്നെ IP6869 സർട്ടിഫിക്കേഷൻ ഒക്കെ കിട്ടുന്നുണ്ട്. സോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു 20K ബഡ്ജറ്റ് റേഞ്ചിൽ നിങ്ങളൊരു ബെസ്റ്റ് ഓൾറൗണ്ടർ സ്മാർട്ട് ഫോൺ നോക്കുകയാണെങ്കിൽ ഈ ഒരു മോട്ടോ H60 ഫ്യൂഷനും പരിഗണിക്കാവുന്നതാണ്. സോ ഈ ഒരു സാധനത്തിന്റെ പ്രൈസിംഗിലേക്ക് വരുമ്പോൾ ഇതിന്റെ 8+ 128GB RAM വേരിയന്റ് 22,999 ആണ് വരുന്നത്. പക്ഷേ നിങ്ങൾക്ക് ബാങ്ക് ഓഫേഴ്സ് ഒക്കെ ആഡ് ചെയ്തുകൊണ്ട് ഈ ഒരു സാധനം 19,949 രൂപയ്ക്കൊക്കെ വാങ്ങാവുന്നതാണ്. സോ ഇതൊക്കെയാണ് 20,000 rupees താഴെ വാങ്ങാവുന്ന 5 ബെസ്റ്റ് 5G സ്മാർട്ട് ഫോൺസ് ഇൻ മൈ ഒപ്പീനിയൻ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് പോലത്തെ ടെക് വീഡിയോസിനായിട്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തൊക്കെ സൈഡത്തെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓളൊക്കെ ഇടുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്മാർട്ട് ഫോൺ ഏതാണെന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ മറ്റു വീഡിയോയിൽ കാണും വരെ ബൈ.